എല്ലാ വർഷവും ഈ ഒരു സമയമാകുമ്പോൾ ഞാൻ അടുക്കളത്തോട്ടം ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ വർഷവും പതിവ് പോലെ തന്നെ നമ്മുടെ അടുക്കളത്തോട്ടം ഞാൻ ഉണ്ടാക്കാനുള്ളൊരു ശ്രമത്തിലാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് വെറൈറ്റി ഇനത്തിൽപ്പെട്ട പച്ചക്കറികളൊക്കെ ഞാൻ നട്ടാറുണ്ട്. ഇപ്പോൾ ഞാൻ നടാൻ വേണ്ടി തയ്യാറാക്കുന്നത് സിമാർ ഇനത്തിൽപ്പെട്ട F1 ഹൈബ്രിഡ് കുക്കമ്പറാണ് കേട്ടോ. നല്ല ചാണകപ്പച്ച കളറിൽ നല്ല വലിപ്പമുള്ള കുക്കുംബർ നമുക്ക് ലഭിക്കും കേട്ടോ. ഇത് ഹൈബ്രിഡ് ഇനം ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ പരിപാലിച്ച് നല്ല രീതിയിൽ തന്നെ നമുക്ക് വിളവെടുക്കാനും സാധിക്കും കേട്ടോ. ഇപ്പോൾ പച്ചക്കറികളൊക്കെ നട്ടാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നനയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കും കേട്ടോ. പക്ഷേ ഈ അട പിടിച്ച മഴയായി കഴിഞ്ഞാൽ അത് നമ്മുടെ പച്ചക്കറി നമ്മൾ നടുന്ന പച്ചക്കറി തൈകൾക്കൊക്കെ അത് ഭയങ്കര ക്ഷീണമൊക്കെ പറ്റാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു വെറൈറ്റി കുക്കുംബർ ഞാൻ നട്ടിട്ട് എനിക്ക് നല്ല വിളവ് കിട്ടിയിട്ടോ. അതുകൊണ്ട് ഈ പ്രാവശ്യം ഞാൻ വാങ്ങി നട്ടത്. ഇതുപോലെ തന്നെ സ്നോ വൈറ്റും നമ്മുടെ ഇവിടെ നല്ല രീതിയിൽ തന്നെ വിളവ് നമുക്ക് ലഭിക്കുന്ന ഒന്നാണ് കേട്ടോ. അതിനുശേഷം ഞാൻ കുറച്ച് പച്ചക്കറി തൈകളായിട്ട് വെണ്ടയും തക്കാളിയുടെയും ഹൈബ്രിഡ് തൈകളാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതും നമ്മളൊരു സൈഡിൽ നമ്മൾ നടാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ നമ്മൾ നടുന്ന സമയത്ത് അടിവളമായിട്ട് വലിയ വളവും കാര്യങ്ങളും നമ്മൾ ചേർക്കണില്ല. മണ്ണ് നല്ല രീതിയിൽ കൊത്തിക്കിളച്ച് കട്ടകളെല്ലാം ഉടച്ച് ഒന്ന് സെറ്റാക്കിയിട്ട് നമ്മൾ നടുകയാണ്. കാരണം നമ്മുടെ പച്ചക്കറി തൈകളൊക്കെ വളരെ ചെറിയ തൈകൾ ആയതുകൊണ്ട് തന്നെ അവരുടെ വേരുകളും വളരെ ലളിതമായ വേരുകളാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ വളത്തിലേക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ വേരുകളൊക്കെ പെട്ടെന്ന് പട്ടുപോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ വെറുതെ നല്ല രീതിയിൽ തന്നെ മണ്ണ് കൊത്തി ഇളക്കിയിട്ടാണ് തൈകളെല്ലാം നടുന്നത്. അങ്ങനെ ദേ നടുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ കൃഷിക്കാരുടെ മിത്രമായിട്ടുള്ള നമ്മുടെ മണ്ണിരനിയും കിട്ടിയിട്ടോ. അതിനെ ഞാൻ അതുപോലെ തന്നെ ആ മണ്ണിലേക്ക് തന്നെ വിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് പിടിച്ച് ഒന്ന് ഉഷാറായി വരുമ്പോൾ ചെറിയ രീതിയിൽ വളമൊക്കെ ഇട്ട് മണ്ണൊക്കെ അടുപ്പിച്ച് കയറ്റിയെടുത്ത് കഴിഞ്ഞാൽ സെറ്റാക്കി നമുക്ക് എടുക്കാം. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ പുറകെ നമ്മുടെ ചാനലിന് വരുന്നതായിരിക്കും. അങ്ങനെ തക്കാളിയും വെണ്ടയും കുക്കുംബറും എല്ലാം നട്ട് കഴിഞ്ഞിട്ട് കേട്ടോ.